ഗസയെക്കുറിച്ചാണ്. ഗസ ചരിത്രപരമായ ഒരു ഭരണമാറ്റത്തിന് സാക്ഷിയാവുകയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഗസയെ ഭരിക്കുന്നത് ഹമാസ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായി ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങളിൽ വംശഹത്യ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സർവം നഷ്ടമായ മണ്ണിന് ഇനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ വെടിനിർത്തൽ ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ ഹമാസ് അധികാരമൊഴിയുകയും പുതുതായി ഉണ്ടാക്കിയ ഒരു ഭരണസമിതിക്ക് അധികാരം കൈമാറുകയും വേണം. അതിൻ്റെ ഭാഗമായി അധികാരത്തിൽ നിന്ന് പിൻവാങ്ങാം എന്ന് ഹമാസ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അധികാര കൈമാറ്റ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ തീരുമാനത്തിൽ ധാരണയിൽ ഉണ്ടായ ഒരു പുതിയ സമിതിയാണ് ഗസയുടെ ഭരണം കൈയാളാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ഗസയുടെ ഭാവി, ഹമാസിൻ്റെ ഭാവി, അതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഹമാസ് എല്ലാ അർത്ഥത്തിലും ഒരു സർക്കാർ, ഒരു ഭരണകൂടം, അപ്പോൾ അതിനെല്ലാ വകുപ്പുകളോടും കൂടി സാധാരണ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം പോലെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഹമാസ് എന്ന സിസ്റ്റം അത് മാറി ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു പുതിയ സിസ്റ്റത്തിന് കീഴിലെ ഗസയുടെ ഭാവി, അതിൻ്റെ തിരിച്ചുവരവ്, ഒപ്പം ഹമാസിൻ്റെ നിലനിൽപ്പ്? ഗസയിലെ വെടിനിർത്തൽ കരാറുണ്ടല്ലോ, ആ വെടിനിർത്തൽ കരാറിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായി എന്നാണ് പറയപ്പെടുന്നത്. 1-ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ബന്ദികളെ കൈമാറുക, മരിച്ച മൃതദേഹങ്ങൾ കൈമാറുക, തടവുകാരെ വിട്ടയക്കുക. ആ 1-ാം ഘട്ടമേ കൈമാറിയിട്ടുള്ളൂ. അപ്പോൾ 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ, വെടിനിർത്തൽ കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞു, 1 വർഷം ആകുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിനുശേഷം നമ്മളിപ്പോൾ സാധാരണ പ്രേക്ഷകരൊക്കെ വിചാരിക്കുക, സാധാരണ ആൾക്കാർ വിചാരിക്കുക എന്താണ്, ഗസ ഇങ്ങനെ കുറേ തകർന്ന് കിടക്കുന്നു, അവിടെ ആളുകൾ വീണ്ടും ജീവിച്ചു തുടങ്ങുന്നത്. അങ്ങനെയല്ല. ഗസയുടെ 50 മുതൽ 60% വരെ ഇസ്രായേലിൻ്റെ അധീനതയിലാണ് ഇപ്പോഴും. ഇസ്രായേൽ ഇപ്പോഴും അവിടെ ആക്രമണം നടത്തുന്നുണ്ട്, ആളുകൾ കൊല്ലുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഭീഷണി ഉണ്ടെന്ന് പറയാം, പോയി ബോംബിടുക, ആളുകൾ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ലോകം അത് ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഗസയിൽ ബോംബിടുന്നുണ്ടെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവിടെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വെടിനിർത്തൽ കരാറിന് ശേഷം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലെബനാനൊന്നും ആരും മൈൻഡേ ചെയ്യുന്നില്ല. ലെബനാനിൽ എന്ത് നടക്കുന്നു ആർക്കും അറിയുമില്ല, ആർക്കും താല്പര്യമില്ല. അതിൽ ഫലസ്തീൻ്റെ ഒരു താല്പര്യം ലെബനാനോടില്ല. അപ്പോൾ ഫലസ്തീനിൽ തന്നെ എന്ത് നടക്കുന്നു ആർക്കും അറിയില്ല, ഗസയിൽ എന്ത് നടക്കുന്നു ആർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ 2-ാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴുള്ള പ്രശ്നം, 2-ാം ഘട്ടത്തിൻ്റെ ഒരു മുൻ ഉപാധിയാണ് ഹമാസിൻ്റെ നിരായുധീകരണം. ഹമാസിൻ്റെ നിരായുധീകരണം, അതുപോലെ ഗസയുടെ ഭരണം നാഷണൽ കൗൺസിൽ ഫോർ ഗസ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ബോർഡ് ഓഫ് പീസിന് കീഴിലുള്ള മറ്റൊരു സമിതിയെ കൈമാറുക. ഒരു ടെക്നോക്രാറ്റിക് ഭരണകൂടമാണ് അത് കൈമാറുക. അത് ഹമാസ് അംഗീകരിച്ചതാണ്, അവരതിന് സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രശ്നം ഈ 2-ാം ഘട്ടത്തിലേക്കാണ്. ഇസ്രായേൽ പറയുന്നൊരു കാര്യം ഹമാസ് നിരായുധീകരിക്കപ്പെടണമെന്നാണ്. പക്ഷേ ഹമാസ് ആ കാര്യത്തിൽ എടുത്തുള്ള നിലപാട്, ഞങ്ങൾ പൂർണ്ണ നിരായുധീകരണം സാധ്യമല്ല. പൂർണ്ണ നിരായുധീകരണം സാധ്യമാവണമെങ്കിൽ എന്ത് വേണം? സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം വരണം. അപ്പോൾ ഞങ്ങൾ ആയുധം താഴെ വയ്ക്കും. ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം തന്നെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമാണ്. അതില്ലാതെ ഞങ്ങൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് തന്നെ പ്രസക്തിയില്ല. പക്ഷേ അങ്ങനെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിലേക്കുള്ളൊരു റോഡ് മാപ്പെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ വലിയ ഹെവി മിസൈലുകൾ അതൊക്കെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച്, അതായത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വലിയ മിസൈലുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതൊക്കെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. അതാണ് അവരുടെ നിലപാട്. ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? ഹമാസ് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നാണ്. അവരവിടെ ഉണ്ട്, അവരിപ്പോഴും അവിടെയുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അവർ ഭരണം ആര് നടത്തി എന്നുള്ളതൊരു പ്രശ്നമല്ല. ഇതിൽ രസം എന്താ വെച്ചാൽ ഹമാസ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ഭരണകൂടം ഇല്ല. പക്ഷേ ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, നാഷണൽ കൗൺസിൽ ഫോർ ഗസ അഡ്മിനിസ്ട്രേഷൻ, അവരെവിടെയാണ്? അവർ ഗസയ്ക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി അവരങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഭരണം ഏറ്റെടുക്കണം. അവർ അങ്ങോട്ട് വരുമോ? ഒരു വാർ സോണിലേക്ക് അവരെത്തുമോ? അതോ രാജ്യത്ത് പുറത്ത് നിന്നിട്ട് ഭരിക്കുമോ? അറിയില്ല. പക്ഷേ എന്തായാലും ഭരണ കൈമാറ്റം നടന്നു കഴിഞ്ഞു. ആ ഭരണ കൈമാറ്റം അവരാരാണ് ഭരിക്കാൻ വരുന്നത്, ആരാണ് ആ ഭരണം ഏറ്റെടുക്കുന്നത്, അവരെവിടെ നിന്നാണ് ഭരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അവരുടെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി അവിടെ വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ഈ യുനരവയുടെ ക്യാമ്പുകൾ, അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, സാധന സാമഗ്രികൾ എത്തുന്നുണ്ടോ നോക്കുക, മരുന്നും വെള്ളമൊക്കെ എത്തുന്നുണ്ടോ നോക്കുക. അതിനപ്പുറം ജീവന വിഷയമല്ല. അതിനുശേഷമാണ് അത് നോക്കണമല്ലോ. അത് നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ സുരക്ഷയും പ്രശ്നമാണല്ലോ. ഭരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തനം മാത്രമല്ല. ഭരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ സുരക്ഷ കൂടിയുണ്ട്. അവിടുത്തെ പോലീസ് സംവിധാനത്തെ ഇൻടാക്റ്റ് ആക്കണം. അപ്പോഴും അവിടെ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തോടെ എന്തായിരിക്കും ആ ഭരണകൂടത്തിൻ്റെ സമീപനം? ഇസ്രായേൽ ഒന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ
ഇവരുടെ ഒഫീഷ്യൽസ്, ഈ പറഞ്ഞ നാഷണൽ കൗൺസിൽ ഫോർ ഗസ അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസ് ഗസയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരും വെടിയേറ്റോ ബോംബിട്ടോ ഒക്കെ കൊല്ലപ്പെട്ടേക്കാം. അതും സംഭവിക്കാം. അപ്പോൾ ഇതൊരു വളരെ അവ്യക്തമായ ഒരു ഭരണ കൈമാറ്റമാണ്. അതിൻ്റെ ഭാവി എന്താവും നമുക്ക് ഇവിടെ പ്രവചിക്കാനേ കഴിയില്ല. അതിലെന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇനി ഇതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് ഹമാസ് പറയുന്ന കാര്യം ഒന്ന് ഗാസ റീബിൽഡിംഗ് ആണ്. ഗസ പുനർനിർമ്മിക്കണം. മറ്റൊന്ന് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് റോഡ് മാപ്പ്. ഈ രണ്ട് കാര്യങ്ങളും ഗസ റീബിൽഡിംഗ് ഒക്കെ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ട്രംപ് എടുത്തത് നമുക്കറിയില്ല. അത് അമേരിക്ക പണം മുടക്കി ചെയ്യുന്ന പണിയല്ല. തൊട്ടടുത്തുള്ള ഖത്തർ, സൗദി, UAE പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം പിരിച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നടക്കുമായിരിക്കും, അത് നടന്നേക്കാം. പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ഹമാസിൻ്റെ ഡിമാൻഡ് അത് ട്രംപോ ഇസ്രായേലോ അംഗീകരിക്കാനേ പോകുന്നില്ല. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ പറയുന്ന സംഘർഷം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ട്രംപ് എത്രമാത്രം അസ്വസ്ഥനാണ് ഇസ്രായേലിനെ കൊണ്ടെന്നുള്ളതാണ്. ഒന്ന്, അവിടെ നവംബറിൽ മിഡ് ടൈം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ പ്രശ്നം അമേരിക്കൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചു തുടങ്ങി. ട്രംപിൻ്റെ തന്നെ സപ്പോർട്ട് ക്യാമ്പിൽ അമേരിക്കയുടെ ഇസ്രായേൽ സപ്പോർട്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ ഇസ്രായേലിനോടുള്ള സപ്പോർട്ട് ഏറ്റവും കുറഞ്ഞൊരു നിമിഷമാണിത്. അതായത് ഏറ്റവും അടുത്ത സർവേകൾ പ്രകാരം അമേരിക്കക്കാരിൽ 60 മുതൽ 70% ആൾക്കാർ വരെ ഈ അമേരിക്ക ഇസ്രായേലിനെ ചുമക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു നിലപാട് അമേരിക്കൻ പബ്ലിക് സൊസൈറ്റിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം അൺപോപ്പുലറായി ഇസ്രായേൽ അമേരിക്കയ്ക്കുള്ളിൽ മാറിയിരിക്കുന്ന ഒരു സമയമാണത്. ഇവിടെയാണ് ഈ ഗസ ഭരണ കൈമാറ്റം നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഡീൽ ചെയ്യും ഈ മിഡ് ടൈം ഇലക്ഷന് മുമ്പ് ഈ ഇസ്രായേൽ പ്രശ്നത്തിൽ ട്രംപ് ഇപ്പോൾ ഇറാൻ പ്രശ്നം താൽക്കാലികമായിട്ടൊന്ന് അവസാനിപ്പിച്ചു, അപ്പോഴും ലെബനോനിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒഴിവാക്കി ഇസ്രായേലിൻ്റെ ഇതിനുമായി ഞങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്ന് ഇങ്ങനെ ബോധമെങ്കിലും ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേരിടാനാണോ ട്രംപിൻ്റെ ശ്രമം? അതല്ല, ഇസ്രായേലിനെ കൂടെ നിർത്തി തന്നെയാണോ? അത് ഈ ഇസ്രായേലിനെ കൂടെ നിർത്തുന്നതോറും താൻ എത്രമാത്രം അൺപോപ്പുലർ ആവണം തൻ്റെ ക്യാമ്പിലും പൊതുവെ അമേരിക്കൻ സമൂഹത്തിൽ നിന്നുള്ള ട്രംപ് തിരിച്ചറിയുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം ഡൈനാമിക്സ് വളരെ പ്രധാനമാണ് ഗസ പീസ് ഡീലിൽ. ഗസയുടെ സമാധാനം തീരുമാനിക്കുന്നത് അമേരിക്കൻ ജനതയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മിഡ് ടൈം ഇലക്ഷനോടുകൂടി അതിൻ്റെ ചില സൂചനകൾ വരാനും സാധ്യതയുണ്ട്. നിഷാദ്, ഹമാസ് ഇല്ലാത്ത ഗസയുടെ ഭാവി? ഹമാസ് അധികാരത്തിൽ നിന്ന് മാറിയതുകൊണ്ട് ഗസയ്ക്ക് എന്തെങ്കിലും പോസിറ്റീവായി സംഭവിക്കുന്നു വിചാരിക്കാൻ ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ല. ഗസയിൽ എന്തെങ്കിലും പോസിറ്റീവായി സംഭവിക്കണമെങ്കിൽ അതിനകത്ത് ഇസ്രായേൽ ലോകക്രമത്തോടും ലോകനീതിയോടും ഒക്കെ വഴങ്ങുക എന്ന് പറയുന്ന സംഗതിയില്ലേ, അവർ വഴങ്ങുന്നില്ല. ഇപ്പോൾ കരാറിൽ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഹമാസ് പ്രഖ്യാപിക്കുന്നതിനെ ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്ന പോലുമില്ല. തട്ടിപ്പാണെന്നാണ് അവർ പറയുന്നത്. അത് പോരാ, ഒരു സൈനിക രൂപം, വിപ്ലവ സംഘം എന്ന നിലയ്ക്ക് അക്രമി സംഘം എന്ന നിലയിൽ നിന്ന് പൂർണ്ണമായും മാറണം, ആയുധമില്ലാത്ത സംവിധാനമായിട്ട് മാറണം. ഇസ്രായേൽ പറഞ്ഞ അവിടെ ഒറ്റ ഭരണകൂടം, ഒറ്റ നിയമം, ഒരൊറ്റ കേന്ദ്രത്തിൽ മാത്രം ആയുധം, മറ്റാർക്കും ആയുധം പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റം ഞങ്ങൾ കരാർ പ്രകാരം ഞങ്ങൾ മാറുന്നു, നിങ്ങൾ പറഞ്ഞിട്ടുള്ള പുതിയ അഡ്മിനിസ്ട്രേഷനെ വെച്ചോളൂ. ആ അഡ്മിനിസ്ട്രേഷനാകുമ്പോൾ നിങ്ങൾക്ക് സഹകരിക്കാൻ പ്രയാസമില്ല, നിങ്ങൾക്ക് എയ്ഡ് കൊടുക്കാൻ പ്രയാസമില്ല, നിങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ പ്രയാസമില്ല. അപ്പം ഹമാസാണ് അവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഹമാസിൻ്റെ കീഴിലുള്ള ഒരു രാജ്യത്തിന് ഒരു എയ്ഡും കൊടുക്കാൻ പറ്റില്ല, മൊത്തം ഹമാസ് കൊള്ളയടിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ മാറി, നിങ്ങൾ എന്നിട്ട് ഈ പുതിയ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തോ. ഹമാസ് അവിടെ ഉള്ളത് കൊണ്ട് ഹമാസ് ഏത് സമയവും ഞങ്ങളെ ആക്രമിക്കാൻ പതിയിരിക്കുകയാണ്, സോ ഞങ്ങൾക്ക് അവിടെ ബോംബിടണം, ഞങ്ങൾ മാറി, ഞങ്ങളല്ല, നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനാണ്, നിങ്ങൾ ചെയ്യും, നിങ്ങൾ ലോകം വരെ ചേർത്ത് വയ്ക്കുക. ഹമാസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരി, ഹമാസ് മാറി, നിങ്ങൾ റീബിൽഡ് ചെയ്യും, അതല്ലേ? അപ്പോൾ ഹമാസിൻ്റെ പിന്മാറ്റത്തിൻ്റെ ഉദ്ദേശം തന്നെ ഈ നിലയ്ക്കുള്ള അഡ്മിനിസ്ട്രേഷൻ പക്കയാക്കുക. രണ്ടാമത്തേത്, ലോകത്തിൻ്റെ സഹായം അവിടെ എത്തുക. ലോകം ഇത് റീബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ സംവിധാനം, ലോകം ആവശ്യപ്പെട്ട ഒരു സംവിധാനത്തിന് ഞങ്ങൾ വഴങ്ങിയിരിക്കുന്നു. പക്ഷേ അത് സമ്മതിക്കേണ്ടത് ആരാണ്? ഇസ്രായേൽ സമ്മതിക്കണം. ഇസ്രായേൽ സമ്മതിക്കുക എന്ന് വെച്ചാൽ അമേരിക്ക അതിന് ഫോഴ്സ് ചെയ്യണം. അത് നടക്കാത്തിടത്തോളം കാലം ഈ പിന്മാറ്റം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. ഹമാസിനെ സംബന്ധിച്ചത് നല്ലതാണ് അവർ പിന്മാറുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഒന്ന്, അതൊരു വിപ്ലവ സായുധ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് വിപ്ലവവും ഇപ്പം തന്നെ അവർ മാസങ്ങൾ യുദ്ധം ചെയ്ത് എനിക്ക് എല്ലാ പടയെയും പോലെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഇതിൻ്റെ റീബിൽഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണം, ഇതിൻ്റെ ക്ഷേമം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ഭാരമാണ്. ഇപ്പോൾ എന്താണ് അവർക്ക് ഏറ്റവും നല്ലത്? കരാർ അംഗീകരിച്ച് വളരെ പെട്ടെന്ന് ഭരണത്തിൽ നിന്ന് പിന്മാറുക. ഇപ്പോൾ ഹമാസ് ഗസയുടെ ഭരണത്തിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ വലിയ ഇവൻ്റാണ്. കാരണം 10-20 വർഷമായിട്ട് അതിൽ നിന്ന് കൊണ്ടു നടന്ന ഒരു സംവിധാനം ഞങ്ങളത് മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. തിരിച്ചു പോവുക. അപ്പോൾ അവരെ മാറുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് പല ഗുണങ്ങളാക്കാരുന്നുണ്ട്. ഒന്ന്, ഈ ഭരണത്തിൻ്റെ ഭാരം അവർക്ക് ഒഴിവാക്കാം. അവരുടെ പേര് പറഞ്ഞിട്ട് ലോകത്തെ സഹായം തടയുകയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കുന്നു, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും സഹായിക്കും, എയ്ഡ് കൊടുക്കാൻ വേണ്ടി തുറക്കുക, നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്ന അതിർത്തികളൊക്കെ തുറക്ക്, അല്ലേ എന്ന് പറയാലോ.
എന്ന് മാത്രമല്ല അവർക്ക് അവരുടെ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും അത് നല്ലതാണ്. കാരണം ഇത്രയും യുദ്ധത്തിൻ്റെ ക്ഷീണം അതിലുണ്ടാവും. ഒരു സംഘടന എന്ന നിലയ്ക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവരുടെ വിപ്ലവ സായുധ പടയെ കുറച്ചുകൂടി കരുത്തുറ്റതാക്കാനും അവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താൻ കഴിയും. രണ്ടാമത്തേതാണ് രാഷ്ട്രീയ ഭാരമില്ലാതിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും വരൂ, ഭരിച്ച് നാട് നന്നാക്കൂ. ഞങ്ങളുടെ പ്രശ്നം വെച്ചാൽ ആത്യന്തികമായി ഫലസ്തീൻ്റെ മോചനമാണ്, ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയം സാക്ഷാത്കരിക്കലാണ്. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ ഫൈറ്റ്, ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങളുടെ സമരം, ഞങ്ങളുടെ വിപ്ലവം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ അവർക്ക് പലതരത്തിലുള്ള ഗുണം അവർ മാറി എന്നതിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ ഇത് ഹമാസിൻ്റെ ഒരു പിന്മാറ്റം, ഒരു കരാറിൻ്റെ സംഗതികൾ അംഗീകരിച്ചുകൊണ്ട് ഹമാസിൻ്റെ പരാജയം എന്ന് വിളിക്കാമെങ്കിലും ഹമാസിനെ സംബന്ധിച്ച് അവർ കൂടുതൽ സ്വതന്ത്രമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഇതാണ്. ഹമാസിൻ്റെ നിരായുധീകരണമാണ് അവർ കണ്ട ഒരു സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം. അത് പോസിബിൾ ആയിട്ടില്ല, നടന്നിട്ടില്ല. അതിന് ഹമാസ് ഒട്ട് വഴങ്ങിയിട്ടുമില്ല. നിരായുധീകരണം എന്ന സംഗതി വെച്ചാൽ പിന്നെ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലല്ലോ. ഇത്തരം നീണ്ട ചർച്ചകളിലൂടെ സാധ്യമാകുന്ന ഒന്നല്ല ഗസയുടെ സമാധാനവും ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര സ്വപ്നവും എന്നറിയാവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഘടന അവരുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആയുധം പൂർണ്ണമായും താഴെ വെച്ചുകൊണ്ട് അവർ ഇസ്രായേൽ പറഞ്ഞ പോലെ കീഴടങ്ങും തോന്നില്ല. അങ്ങനെ ആയുധം താഴെ വെച്ചാലും ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഞങ്ങൾക്ക് തരുമെന്ന് അവർ വിചാരിക്കുന്നുമില്ല. അപ്പോൾ പല ഡയമെൻഷനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹമാസ് പിൻവാങ്ങിയിരിക്കുന്നു. ഇനി ലോകത്തെ ഈ മധ്യസ്ഥർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർ പറഞ്ഞ സിസ്റ്റം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുത്തെ മനുഷ്യർക്ക് കിട്ടാനുള്ളതൊക്കെ കൊടുക്കണം. അത് കിട്ടുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കേണ്ട കാര്യം. രണ്ടാമത് ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് കൂടുതൽ കുറച്ചുകൂടി ഭരണത്തിൻ്റേതായിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയുടെ ഭാരമൊക്കെ മാറി നിന്നിട്ടുള്ള കുറച്ചുകൂടി വേഗത്തിലും തുറന്നും മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു വിപ്ലവ സംഘമായിട്ട് കുറച്ചുകൂടി മാറുന്നു എന്ന പ്രത്യേകത അതിനുണ്ട്. അത് ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പം നിലവിലൊരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അതിന് സാധ്യത ഞാൻ കാണുന്നില്ല. യെസ്. അപ്പോൾ ഗസയുടെ ഭരണത്തിൽ നിന്ന് ഹമാസ് ഇറങ്ങിയാലും ഹമാസിനെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഗസയുടെ ഒരു പുനരുജ്ജീവനം സാധ്യമാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഈ സമിതിയും ഹമാസും തമ്മിൽ എങ്ങനെ ഭാവിയിൽ യോജിച്ചു പോകും, എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് കാത്തിരുന്ന് കാണാം.